ഹായ് ഓൾ, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ബീഗം ഫാഷൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞങ്ങളിപ്പോൾ ഉള്ളത് ഇക്കയുടെ ഒരു സോങ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സ്റ്റുഡിയോയിലോട്ടേക്ക് വന്നതാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റുഡിയോയുടെ ഉള്ളൊക്കെ കാണുന്നത്. ഇത് മാനന്തവാടിയിലെ സനീഷ് ചേട്ടൻ്റെ ഒരു സ്റ്റുഡിയോ ആണ്. അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. ഇവിടെ ഭയങ്കര പിൻ ഡ്രോപ്പ് സൈലൻ്റൊക്കെ ആയിട്ട്. അപ്പം നമ്മൾ എത്തുന്നതിൻ്റെ മുന്നേ തന്നെ ഇവിടെ നമ്മുടെ റെക്കോർഡ് ചെയ്യുന്ന ആൾക്കാരും അതുപോലെ തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ ചെന്ന് കുറച്ച് നേരം സംസാരിച്ചിരുന്നു. ചെറിയൊരു റിഹേഴ്സൽ നോക്കി. ഒന്നുമില്ല, പാട്ടും ഈ ഒരു മ്യൂസിക്കുമായിട്ടുള്ള ഒരു കോമ്പോസിഷൻ നോക്കി, പിന്നെ എവിടെയാണ് നിന്നാൽ എവിടെ വെച്ചിട്ടാണ് ക്ലിയർ ഉണ്ടാകുക എന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയിട്ടോ. അങ്ങനെ ഡയറക്റ്റ് പിന്നെ നമുക്ക് റെക്കോർഡിങ്ങിലോട്ട് പോയി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് ഞാൻ വരുന്നത്. അപ്പം ഈ സോങ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് നല്ല നല്ല റെസ്പോൺസ് കിട്ടിയായിരുന്നു. എല്ലാവരും പറയായിരുന്നു ഇക്കയുടെ സൗണ്ടിന് ഈ ഒരു പാട്ട് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്, ഇതുപോലുള്ള പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് വീഡിയോ റെക്കോർഡ് ചെയ്ത് അയക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നല്ല നല്ല മെസ്സേജ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ലക്ഷക്കണക്കിന് പേരാട്ടോ ഈ ഒരു പാട്ട് കണ്ടിട്ട് നമുക്ക് റെസ്പോൺസ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് പേര് ഇക്കാനെ അറിയുന്നവർ സൗദിയിൽ നിന്നും ഖത്തറിൽ നിന്നും അങ്ങനെ പല പല സ്ഥലത്തു നിന്നും നമുക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ പാട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ഫുൾ സോങ് ഞാനിപ്പോൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല കേട്ടോ. അതിന് മുമ്പ് അപ്ലോഡ് ചെയ്തുകൊണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ ഒരു ഖത്തർ ബേക്കറിയിലോട്ടേക്കാണ് പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മിൻഹ ഫാത്തിമയുടെ അനിയത്തി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു സ്റ്റുഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ അവർ ഫാമിലിനെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈവനിങ് ഒരു ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഖത്തർ ബേക്കറിയുടെ മുമ്പിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. സാറ്റർഡേ സൺഡേ എന്നും ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറയായിരുന്നു നമ്മൾ വരുമ്പോൾ തിരക്കുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ എത്തിക്കഴിയുമ്പോൾ എന്നും ഭയങ്കര തിരക്കാണെന്നൊക്കെ പറയായിരുന്നു. നല്ല രസമായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ എപ്പോഴും ഇങ്ങനെ ഒരു ഡെക്കറേറ്റ് ചെയ്തിട്ട് നല്ല അടിപൊളിയാണ് ഈ ഖത്തർ ബേക്കറി. നിങ്ങൾക്ക് അറിയായിരിക്കും, വയനാട് ജില്ലയിൽ വാര്യാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഖത്തർ ബേക്കറി വരുന്നത്. നമ്മുടെ ഷോപ്പിന് തൊട്ടടുത്ത് തന്നെ കേട്ടോ. അപ്പം നമുക്ക് ബാക്കി വീഡിയോസ് കാണാം. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങിയപ്പോഴേക്കും മിൻഹ ഫാത്തിമയുടെ ഫാമിലീസൊക്കെ വന്നു. അവളുടെ അനിയത്തി, ഉമ്മ, വാപ്പ, അവൾ എല്ലാവരും കൂടി വന്നു. പിന്നെ ഒരു മോളെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു രാവിലെ തൊട്ട്. അങ്ങനെ ഞങ്ങൾ സീറ്റിലൊക്കെ ഇരിക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ, അത്യാവശ്യം തിരക്ക് എപ്പോഴും ഇവിടെ ഉണ്ടാകാറുണ്ട്. പിന്നെ കൊച്ചായിട്ട് ഞങ്ങൾ ഫുള്ള് കറക്കും കളിയൊക്കെ ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ ക്യാമറ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എല്ലാവരും ഫോട്ടോസിന് വേണ്ടി പോസ് ചെയ്യായിരുന്നു. ഞാൻ ഫോട്ടോ അല്ല, വീഡിയോ ആണ്. അടുത്ത 2 ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു കേട്ടോ. നമ്മളിന്ന് ഓർഡർ ചെയ്തേക്കണ KFC ചിക്കനാണ്, പിന്നെ അതുപോലെ തന്നെ പൊറോട്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കഴിക്കുന്ന അൽഫാം ചിക്കനാണ്. പക്ഷേ കുട്ടികൾക്കൊക്കെ ഈ ഇങ്ങനത്തെ ബ്രോസ്റ്റ് ചിക്കൻ മതി എന്ന് പറഞ്ഞിട്ട് അതാണ് ഇപ്പം ഞങ്ങൾ മേടിച്ചത് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി നല്ല എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു. നല്ലൊരു ഈവനിങ് വൈബായിരുന്നു, നല്ല രസമായിരുന്നു. ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു രസമാണ്. പിന്നെ മിൻഹയുടെ ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ ഓണറായിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു പാട്ടൊക്കെ പാടി. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ, ടേക്ക് കെയർ ഓൾ ഓഫ് യു.